വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉടയാതെ തന്നെ ഒരു അടിപൊളി മുട്ട ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ. അതിനായി കുറച്ച് സവോള ഞാൻ ചെറുതായി അരിഞ്ഞ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് വറുത്ത് കോരിയതിന് ശേഷം ഇതിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെ ആ വെളിച്ചെണ്ണയിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന 4 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 2 മിനിറ്റ് മാത്രം ചെയ്താൽ മതിയാവും. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 3 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, കുറച്ച് പട്ട, ഒരു ബേ ലീഫും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1.5 സവോളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവോള ഒന്ന് നന്നായി ഫ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല നാടൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള നന്നായി വഴന്നു വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം 2 വലിയ തക്കാളി പേസ്റ്റ് ചെയ്തതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന ചേരുവയിൽ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളവും ഈ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ അരിയും വെള്ളമെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ കൂടി, ചെറിയൊരു നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, പിഴിഞ്ഞ് ചേർക്കാം. നാരങ്ങ നീര് ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട ചേർത്തത് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒറ്റ വിസിൽ വരുമ്പോഴത്തേനും ഇതൊന്ന് ഓഫാക്കി വയ്ക്കാം. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് പതുക്കെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉടയാതെ തന്നെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, അരിയൊന്നും ഒരുപാട് വെന്ത് പോവാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അവസാനമായി നമുക്ക് ഇതിൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ എഗ് ബിരിയാണി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.